മഞ്ജു വാര്യരെ പോലെ മറ്റൊരു നടിക്കും ഇത്രമാത്രം ജനപ്രീതി നേടാൻ കഴിഞ്ഞിട്ടില്ല. മലയാളം കടന്ന് തമിഴകത്തും ഇന്ന് മഞ്ജു ജനപ്രിയയാണ്. പലപ്പോഴും സിനിമകളുടെ വിജയപരാജയങ്ങൾക്ക് അപ്പുറത്താണ് മഞ്ജു വാര്യരുടെ താരമൂല്യം. 15 വർഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയപ്പോഴും ബഹുമാന്യ സ്ഥാനം മഞ്ജുവിന് സിനിമാ ലോകം നൽകി. ലേഡി സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്ന മഞ്ജു വാര്യർക്ക് ഇന്ന് കൈനിറയെ അവസരങ്ങളാണ്. തമിഴിലും മലയാളത്തിലുമായി ഒന്നിലേറെ സിനിമകൾ അണിയറയിലൊരുങ്ങുന്നു. മഞ്ജു സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന 90കളിൽ മഞ്ജു വാര്യർ പ്രേക്ഷകർക്കിടയിലുണ്ടായ തരംഗം ചെറുതല്ല. സമ്മർ ഇൻ ബത്ലഹേം, ആറാം തമ്പുരാൻ, പത്രം, കണ്ണെഴുതി പൊട്ടും തൊട്ട് തുടങ്ങിയ സിനിമകളിലൂടെ നടി സിനിമാ ലോകത്ത് ശ്രദ്ധ നേടി. സാക്ഷ്യം എന്ന സിനിമയിലൂടെയാണ് നടി തുടക്കം കുറിക്കുന്നത്. സല്ലാപം കരിയറിൽ വഴിത്തിരിവായി. ദിലീപ്, മനോജ് കെ ജയൻ, കലാഭവൻ മണി തുടങ്ങിയവർ ശ്രദ്ധേയ വേഷം ചെയ്ത് സല്ലാപം 1996 പുറത്തിറങ്ങിയത്. സല്ലാപത്തിൽ നായികയായതിനെക്കുറിച്ച് ഒരിക്കൽ മഞ്ജു വാര്യർ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. ആദ്യമായി അഭിനയിച്ച സിനിമ സാക്ഷ്യമാണെങ്കിലും നായികയായത് സല്ലാപത്തിലാണ്. കലാതിലകമായി വന്ന കവർ പേജ് കണ്ടിട്ടാണ് ലോഹി സാർ ഓഡിഷൻ വെച്ചത്. സല്ലാപം തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴും ചിലപ്പോൾ എന്നെ മാറ്റുമെന്നാണ് കരുതിയത്. ഭയങ്കര സന്തോഷമൊന്നും ആരുടെ മുഖത്തും ഞാൻ കണ്ടിരുന്നില്ല. ഞാൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത് അമ്മയുടെ ആഗ്രഹം കൊണ്ട് മാത്രമാണ്. അമ്മയ്ക്ക് കുട്ടിക്കാലത്ത് ഡാൻസ് പഠിക്കാൻ ആഗ്രഹമായിരുന്നു. ആ സമയത്ത് സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല. എനിക്ക് ആഗ്രഹം ചേരുന്നതിന് മുമ്പേ എന്നെ ഡാൻസിന് ചേർത്തു. 4 വയസ്സിൽ പഠിക്കാൻ തുടങ്ങിയതാണെന്നും മഞ്ജു വാര്യർ ഓർത്തു. വേട്ടയാനാണ് മഞ്ജു വാര്യരുടെ പുതിയ ചിത്രം. രജനീകാന്ത് നായകനാകുന്ന വേട്ടയാൻ ഒക്ടോബർ 10 റിലീസ് ചെയ്തു. രജനീകാന്തിനൊപ്പം മഞ്ജു ആദ്യമായി അഭിനയിച്ച സിനിമയാണ് വേട്ടയാൻ. വിടുതലൈ 2, മിസ്റ്റർ എക്സ് എന്നിവയാണ് വരാനിരിക്കുന്ന തമിഴ് സിനിമകൾ. മലയാളത്തിൽ എമ്പുരാനും അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. തമിഴകത്ത് മഞ്ജു വാര്യർക്ക് ജനപ്രീതി കിട്ടുന്നത് ഇതിനകം സിനിമാ ലോകത്ത് ചർച്ചയായിട്ടുണ്ട്. അസുരൻ, തുനിവ് എന്നിവയാണ് മഞ്ജുവിൻ്റെ ഇതുവരെ റിലീസ് ചെയ്ത തമിഴ് ചിത്രങ്ങൾ. 2 സിനിമകളും വൻ ഹിറ്റായി. മഞ്ജുവിന് വേണ്ടി സിനിമകളൊരുക്കാൻ ഇന്ന് തമിഴ് സംവിധായകരും നിർമ്മാതാക്കളും തയ്യാറാകുന്നു. അതേസമയം ശ്രദ്ധയോടെയാണ് നടി സിനിമകൾ തിരഞ്ഞെടുക്കുന്നത്. അസുരന് ശേഷം അമ്മ വേഷങ്ങൾ ഒരുപാട് വന്നെങ്കിലും നടി ഇവ ചെയ്തില്ല. തുനിവിൽ ചെറുതെങ്കിലും വളരെ സ്റ്റൈലിഷായ കഥാപാത്രം ചെയ്ത് ഇമേജ് ബ്രേക്ക് ചെയ്തു.